രണ്ടാന കുണ്ടി കാണിച്ചിക്കണ ബാത്റൂമിൽ വെച്ച നമ്മുടെ സബ്സ്ക്രൈബർ കുത്തുകൊള്ളാനാണ്. നീ റീല് കണ്ടായിരുന്നു ആന കോൾഡ് ഫ്ലാറ്റ് ആണ് ഫ്ലാറ്റ്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി ഞാൻ ആമസോണിൽ നിന്ന് നമ്മുടെ വാരിയെല്ല് വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ചാറ് മാത്രമാണ് ഞാൻ കഴിക്കുള്ളൂ. പാവോ കൊറേ നേരം നോക്കിയിരുന്നു. ഹലോ വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. നമ്മൾ ഇന്ന് ഒരു പാക്കിംഗ് വീഡിയോ ആണ്. ഞങ്ങളൊരു ഈ സാധനങ്ങളൊക്കെ ഇപ്പെടുത്ത് പൊക്കി കാട്ടേണ്ട ആവശ്യം എന്താ? ഓക്കെ, നമ്മളിപ്പോ ഒരു പാക്കിംഗ് ചെയ്തോണ്ടിരിക്കുകയാണ്. നമ്മളൊരു റോഡ് ട്രിപ്പ് പോകാൻ പോവാണ് കേട്ടോ. അമ്മൂസിന്റെ ടെമ്പററി ആയിട്ടുള്ള കോഴി പൂവൻ കളറാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ ഇന്ന് മുടിയൊക്കെ സെറ്റ് ചെയ്ത് മുടി കേൾ ചെയ്ത് നമ്മുടെ സ്ട്രെയിറ്റ്നർ വെച്ചിട്ട് ഇത്രയും നേരം കേൾ ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പൊ ഞങ്ങള് ഭയങ്കര എക്സൈറ്റഡ് ആയിട്ടുള്ള ഒരു ട്രിപ്പാണ്. ഞാനും അമ്മൂസും അന്നക്കുട്ടിയും എൻ്റെ അനിയനും കൂടിയിട്ട് ഞങ്ങൾ 4 പേരും കൂടിയിട്ടാണ് 8 ദിവസത്തേക്ക് റോഡ് ട്രിപ്പ്. അമ്മൂസ് റോഡ് ട്രിപ്പിന് പോയിട്ടുണ്ടോ? ഐ മീൻ ഇങ്ങനെ കാറില് ഞങ്ങൾ ഫുൾ കാറിലാണ് പോയിട്ടില്ല. അപ്പൊ ഞങ്ങൾ വിചാരിക്കണ ഞങ്ങൾ മടുക്കുമായിരിക്കും എന്നാണ് ഇത്രേ യാത്ര ചെയ്യേണ്ടത്. എനിക്കാണെങ്കിൽ ഇന്ന സ്ഥലത്ത് നിന്ന് അവിടെ ചെന്ന് ഇറങ്ങി അവിടെ എക്സ്പ്ലോർ ചെയ്യാൻ ഇഷ്ടം. വണ്ടിയിലിരുന്നിട്ടുള്ള എക്സ്പ്ലോറേഷൻ അത്ര ഇഷ്ടമില്ല. എനിവേ ഇപ്പൊ ഞങ്ങള് പാക്കിംഗ് ഒന്നും തന്നെ ആയിട്ടില്ല. എനിക്കാണെങ്കിൽ തലവേദന. അമ്മൂസ് ഞങ്ങൾക്ക് ഒരു മൂഡ് വന്നില്ലേ അമ്മൂസേ? എന്താ ഇങ്ങനെ? എനിക്കറിഞ്ഞൂടാ. ഒരു ഇന്നലെ വരെ ഞങ്ങക്ക് ഭയങ്കര മൂഡായിരുന്നു. ഞങ്ങള് വിളിക്കണു, ഹോട്ടൽ ബുക്ക് ചെയ്യണ്, ഹോട്ടൽ കമ്പയർ ചെയ്യണ്, ഫുള്ള് ഞങ്ങള് ഹോട്ടലൊക്കെ ഞങ്ങൾ തന്നെയാട്ടോ. ഞങ്ങൾ 2 കൂടി പ്ലാൻ ചെയ്തിട്ട് പോണതാണത്. ഞങ്ങളാണ് എല്ലാത്തിനും. അപ്പൊ നമ്മളിവിടെ എല്ലാ സാധനങ്ങളും എടുത്തു വെച്ചോണ്ടിരിക്കുകയാണ്. അപ്പൊ അതിന്റെ കൂടെ ഈ ഒരു സംഗതി ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. ഇത് ഷേപ്പർ മേടിച്ചാ. ഇതേതാ ഈ ഷേപ്പർ? എനിക്ക് വേണ്ട. ഇതുണ്ടല്ലോ, ഇതിങ്ങനെ ഈ ഇവിടെ വെച്ചിട്ട് ഭയങ്കര ടൈറ്റ് ആയിട്ട് വരും. ഈ ഷേപ്പർ എനിക്ക് അത്ര ഇഷ്ടമല്ല. വേറൊരു ഷേപ്പർ കുഞ്ഞുകുട്ടികൾക്ക് ഉടുപ്പുണ്ട്. ഈ ഷേപ്പർ എത്ര വേറെ നിങ്ങളുടെ എന്റെ പോലത്തെ ഒരു ബോഡി. ഇത് ഞാൻ കുറച്ചധികം ദിവസമായി മേടിച്ചിട്ട്. പക്ഷെ ഇത് വലിയൊരു സാധനം ഇല്ല കേട്ടോ. എനിക്കാണെങ്കിൽ തീരെ ഫ്ലാറ്റ് ആണ്. ഫ്ലാറ്റ്. ഇതൊന്ന് ട്രൈ ചെയ്യാൻ തുടങ്ങി ഞാൻ ആമസോണിൽ നിന്ന് മേടിച്ചു. പക്ഷെ ബാക്കിൽ വെച്ച് നോക്കിയിട്ട് അത്ര ഇല്ല. ഇത് കുറച്ചുള്ളൂ. ഇട്ട് നോക്കട്ടെ. ഇടുമ്പോഴേക്ക് ഇങ്ങനെ സോഫയിൽ ഇരിക്കണ പോലെ വരുമോന്ന്. ഞാൻ കിട്ടി ഇങ്ങനത്തെ ഒരു സാധനം കണ്ടിട്ടുണ്ടോ? കണ്ടിട്ടില്ല? എന്താ ഒന്നും പറയല്ല. ഞാൻ ഇടാൻ പോവാ. നിങ്ങളല്ലേ പറഞ്ഞ എനിക്ക് ബാക്കില്ലെന്ന്. ഞാൻ ബാക്ക് വരുത്തി കാണിച്ചു തരാം. ഇപ്പൊ ട്രെൻഡ് അതാണല്ലോ. ഓക്കെ, അപ്പൊ ഞങ്ങൾ ഇതേ പാക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. പാക്ക് എന്തോരം ചെയ്തെന്നുള്ളത് ഞാൻ കാണിച്ചു തരാം. ഞാൻ എൻ്റെ മുൻസട്ട പാക്ക് ചെയ്തത്. ഞാൻ മുടി ചെയ്യായിരുന്നു. പിന്നെ എനിക്കൊരു വീഡിയോ ഈ മുറി അലമ്പായിട്ട് കിടക്കാം. അപ്പൊ എനിക്കൊരു വീഡിയോ കമ്മിറ്റ്മെന്റ് ഉണ്ടായിരുന്നു. അത് ഞാൻ ഷൂട്ട് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അതെ, ഇതാണ് ഞങ്ങളുടെ ബാഗ് പാക്കിങ്. വേറെ അല്ലറ ചില്ലറ സാധനങ്ങളൊക്കെ അവിടെ അലഞ്ഞു പുളഞ്ഞു കിടക്കണേണ്. ഇതിപ്പോ എന്താ അറിയാം, ഇത് ഞങ്ങൾ ഈ അലമാരി അങ്ങനെ തുറന്ന് അലമാരി എന്നുള്ള സാധനം ഞങ്ങൾ വലിച്ച് നിലത്തോട്ടിട്ടിട്ട് അതിൽ നിന്ന് ഇങ്ങനെ വിരകി കണ്ടുപിടിക്കണായിരുന്നു എന്തൊക്കെ ഉണ്ടെന്നുള്ളത്. ഇനി എന്തൊക്കെ പാക്ക് ചെയ്യണ്ടമ്മു? ഇനി ഞങ്ങൾക്ക് വീട്ടിൽ ഇടുന്ന ഡ്രസ്സ് പാക്ക് ചെയ്യണം. പിന്നെ ഞാനിത് എവിടെയൊക്കെ പോണേന്നുള്ളത് സർപ്രൈസ് ആട്ടോ. ഞങ്ങളുടെ വ്ളോഗ് വരുമ്പോഴേക്ക് കണ്ടോ. ഈ ഡ്രസ്സ് എനിക്ക് ഇട്ട് നോക്കണം. ഇതൊരു ഫ്രോക്ക് ഞാൻ മിന്ത്രയിൽ നിന്ന് മേടിച്ച. 1-2 ഡ്രസ്സ് നമുക്ക് ഇട്ട് നോക്കാനുണ്ട്. നീ ഇട്ടോക്കെ എല്ലാ ഡ്രസ്സും? അമ്മൂസിന് ഡ്രസ്സുകൾ ഭയങ്കര ഇഷ്ടമുള്ളതുകൊണ്ടേ വരുമ്പോ തന്നെ എല്ലാ ഡ്രസ്സും ഇട്ടു. ഞാനാണെങ്കിൽ വന്നു കഴിഞ്ഞാൽ കുറേ കഴിഞ്ഞൊക്കെ ഇട്ട് നോക്കാം. അപ്പൊ ഇതാണ് ഒരു ഡ്രസ്സ്. ഞാൻ ഇട്ട് നോക്കട്ടെ എനിക്ക് ചേരുവോ ഇല്ലയോ എന്ന് അറിഞ്ഞൂടാ. ഓക്കെ, അപ്പോ ഇനി നമുക്ക് റിയൽ ആയിട്ട് പാക്ക് ചെയ്യാം. ഇനി അല്ല, ഞാൻ പാക്ക് ചെയ്തില്ലല്ലോ. ഞാൻ റിയൽ ആയിട്ട് പാക്ക് ചെയ്യാം. ഞങ്ങളിവിടെ ഇന്നേഴ്സ് പാക്ക് ചെയ്യാൻ പോണം. അപ്പൊ ഞാൻ വിചാരിച്ചു നിങ്ങൾക്ക് കുറച്ച് സാധനങ്ങൾ കാണിച്ചു തരാം. എന്താണ് അതൊക്കെ കാണിക്കേണ്ടതല്ലേ? യൂസ്ഫുൾ ആണെങ്കിൽ. സോറി, ഈ മുറി മൊത്തം അലമ്പാട്ടോ. ഒന്നാമത് എൻ്റെ കൊറിയർ സാധനങ്ങളൊക്കെ ഇവിടെ വരണത് ഞാൻ ഇവിടെയാണ് വെക്കാറില്ലേ. അത് ഇവിടെ ഇരിപ്പുണ്ട്. പിന്നെ ഇതൊക്കെ മൊത്തത്തിൽ കുറച്ച് അലമ്പാന്ന് സഹിക്കി. എന്താ ചെയ്യാം, ഞാൻ പിന്നീട് അങ്ങനെ വൃത്തിയാക്കിക്കോളാം. അപ്പം ഞാൻ മേടിച്ചിട്ടുണ്ടായിരുന്ന കുറച്ച് സാധനം കാണിച്ചു തരാം കേട്ടോ. ഫസ്റ്റ് തന്നെ കാണുന്ന ഒരു ഷേപ്പ് വെയർ ആണ്.
കണ്ടോ, ഇതിനിങ്ങനെ ഇവിടം വരെയുണ്ട്, തൈ വരെയുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഭയങ്കര കംഫർട്ടബിളാണ്. നമുക്കിങ്ങനെ ഇപ്പം നേരത്തെ ആദ്യമേ കാണിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ, അതെന്ന് പറഞ്ഞാൽ നമ്മുടെ പാൻറ്റി ലൈനിൻ്റെ അവിടെ ഇങ്ങനെ വന്നിരിക്കുമ്പോൾ ടൈറ്റ്നെസ് ഫീൽ ചെയ്യും. ടൈറ്റ്നെസ് അല്ല, നമുക്കൊരു അൺകംഫർട്ട് അങ്ങനെയാണ് പറയുക, ഒരു കംഫർട്ടബിൾ അല്ലാത്ത പോലെ ഉണ്ടാവും. ഇതാകുമ്പോൾ പക്ഷെ നമുക്ക് നല്ല കംഫർട്ടബിൾ ആയിരിക്കും. ഇത് പക്ഷേ ഇത്തിരി ടൈറ്റ്. അപ്പോൾ നിങ്ങൾ ടൈറ്റ് ആയിട്ടുള്ള ഡ്രസ്സ് ഇടുവാണെങ്കിൽ ഇത് അറിയാൻ പറ്റും. പക്ഷെ അല്ലാതെ ഭയങ്കര കംഫർട്ടബിൾ, ആ ബ്രീത്തിങ് മെറ്റീരിയലൊക്കെയാണ് ഇതിൻ്റെ. പിന്നെ ഞാൻ വേറൊരു റീപർച്ചേസ് നടത്തി. പിന്നെ ഇത് ഹൈ കംപ്രഷൻ ആട്ടോ, അതായത് കുറച്ചുകൂടി നമുക്കിങ്ങനെ വയറൊക്കെ ഒന്ന് നല്ലോണം ഒതുക്കി പിടിക്കും, നമുക്ക് ഇത്തിരി ശ്വാസം മുട്ടുന്ന പോലത്തെ അങ്ങനത്തെ ഒരു സംഗതിയാണ്. പിന്നെ അടുത്തത് ഞാൻ ഈ ഒരു ഐറ്റം മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇതെൻ്റെ ഓൾ ടൈം ഫേവറേറ്റ് ആയിട്ടുള്ളതാണ്. ഇത് ഒരെണ്ണം ഉണ്ടായിരുന്നത് മൊത്തം കീറി പറഞ്ഞു പോയിട്ട് ഞാൻ യൂസ് ചെയ്യുമായിരുന്നു. അപ്പോൾ ഇതെന്ന് പറഞ്ഞാൽ ഇതിനൊരു മീഡിയം കംപ്രഷൻ ഉള്ളൂ. ഇതിൻ്റെ മെറ്റീരിയൽ നൈലോണോ അങ്ങനത്തെ എന്തോ ഒരു മെറ്റീരിയലാണ്, പക്ഷെ ഭയങ്കര ബ്രീത്തബിൾ ആൻഡ് സ്ട്രെച്ചബിൾ ആയിട്ടുള്ള മെറ്റീരിയലാണ്. ഇത് ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് അങ്ങനെ ഇട്ടെന്നുള്ളൊരു ഫീൽ ഉണ്ടാവില്ല. ഭയങ്കര സ്കിന്നൊക്കെ ഇങ്ങനെ ഒതുങ്ങി ഭയങ്കര രസമായിട്ടിരിക്കും. അപ്പോൾ ഇത് ഞാൻ എടുക്കുന്നുണ്ട്. ഈ 2 ഷേപ്പ് വെയേഴ്സ് എടുക്കുന്നുണ്ട്. പിന്നെ പിന്നെ വേറെ കുറച്ച് ഞാൻ ഇങ്ങനത്തെ സാധനങ്ങൾ, അതൊന്നും ഞാൻ കാണിക്കേണ്ട ആവശ്യമില്ല. ഇത് വാനുസൈൻ എന്ന് പറഞ്ഞിട്ടുള്ള ബ്രാൻഡിൻ്റെ. ഇതെനിക്ക് കുറച്ചുകൂടി കംഫർട്ടബിൾ, അങ്ങനെ ഫാൻസി ഒന്നുമല്ല, ബ്രീത്തബിളാണ് എന്ന് വെച്ചാൽ നമുക്കിങ്ങനെ എപ്പോഴും ഇടാൻ പറ്റണ പോലത്തെ അങ്ങനെ ഒരു രസമൊന്നുമില്ല, കംഫർട്ടബിൾ ആയിട്ടുള്ളതാണ്. ഇനി അടുത്ത വന്നിട്ട് ഈ ഒരു സംഗതിയാണ് കേട്ടോ. കറുപ്പായതുകൊണ്ട് അടുക്കൊക്കെ ഭയങ്കര എടുത്തറിയണം അല്ലേ. ഇതെന്താണെന്നല്ലേ, ഇത് സീംലെസ് പാൻറ്റി ആട്ടോ. ഇതിൻ്റെ ഈ സൈഡിൽ നമുക്കിങ്ങനെ വള്ളിയൊന്നുമില്ല, ഐ മീൻ ലൈനിങ് ഇല്ല. അപ്പോൾ നമ്മളിങ്ങനെ ലെഗിൻസ് ഇടുമ്പോഴോ അങ്ങനത്തെ പാൻസ് ഇടുമ്പോഴൊന്നും പാൻറ്റി ലൈൻ വിസിബിൾ ആവത്തില്ല. അപ്പം ഇങ്ങനത്തത് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നത്. നമ്മളിങ്ങനെ ലെഗിൻസ്, ജീൻസ് അല്ല, കുറച്ചിങ്ങനെ തിന്നായിട്ടുള്ള പാൻസ് ഒക്കെ ഇടില്ലേ, അതൊക്കെ ഇടുമ്പോഴേക്കും നമുക്ക് ഇങ്ങനത്തെ സീംലെസ് പാൻറ്റീസ് വളരെ യൂസ്ഫുൾ ആണ്. ഇതേപോലെ തന്നെ പല കളേഴ്സിൽ നമുക്ക് കിട്ടും. ഈ ഒരു ഇതിനകത്തുള്ളതുകൊണ്ട് ഇത് കുറച്ചുകൂടി ഇങ്ങനെ സ്ട്രെച്ചബിൾ ആയിട്ടുള്ള നൈലൺ മെറ്റീരിയലാണ്. പക്ഷേ ഇതിൻ്റെ ഈ ഒരു പോർഷനില്ലേ, നമ്മുടെ ഈ ഒരു ഏരിയ വരുമ്പോൾ മാത്രം അവിടെ മാത്രം കോട്ടൺ തന്നിട്ടുണ്ട്. പിന്നെ വേറൊരു ഷേപ്പ് വെയർ, ഇത് ഞാൻ കൊണ്ടുപോകണില്ല, ജസ്റ്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരുന്ന കേട്ടോ. ഇത് ഞാൻ പണ്ട് സിവാമിന്ന് എടുത്തിട്ടുണ്ടായിരുന്ന. ഇത് നമുക്കിങ്ങനെ വയറിൻ്റെ ഇവിടെ മാത്രം വെച്ച്, ഞാൻ ഷേപ്പ് വെയറിനെ കുറിച്ച് മാത്രമായിട്ടൊരു വീഡിയോ ചെയ്യായിരുന്നു അല്ലേ. ഓക്കെ, അത് വേറെ വീഡിയോ ആയിട്ട് ചെയ്യാം കേട്ടോ. ഓരോന്നിൻ്റെ യൂസ് ചെയ്തിട്ട് എങ്ങനെ ഉണ്ടെന്നുള്ള യൂസർ എക്സ്പീരിയൻസ്. അപ്പോൾ ഇതെല്ലാം കൂടിയിട്ട് ഞാൻ ഈ ഒരു ബാഗിനകത്താണ് വെക്കുന്നത്. ഇതിനകത്ത് നമുക്ക് ഇന്നേഴ്സ് ഇങ്ങനെ വെച്ചുകൊണ്ടാൻ പറ്റുന്ന കുറേ കമ്പാർട്ട്മെൻറ്റ്സ് ഒക്കെ ഉള്ള ഒരു സാധനം. അപ്പോൾ അതിനകത്തോട്ട് ഞാൻ ഓരോന്നോരോന്നായിട്ട് ഇങ്ങനെ മടക്കി വെക്കട്ടെ. പിന്നെ വേറൊരു സംഗതി കാണിച്ചു തരാം കേട്ടോ. ഇത് വന്നിട്ട് സീംലെസ് ബ്രായാണ്. ഇതെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഇവിടെ ഇങ്ങനെ സ്റ്റിച്ചില്ലാത്തതുകൊണ്ട് നമ്മൾ ഇട്ട് കഴിയുമ്പോഴും ഇങ്ങനെ ഇതിൻ്റെ ഇടയ്ക്കോടെ നമുക്കിങ്ങനെ കാണുന്ന പോലെ കാണത്തില്ല. അതിന് വേണ്ടിയിട്ട് അതിന് യൂസ്ഫുൾ ആയിട്ടുള്ളതാണ്. ഇത് ചെറിയൊരു പാഡഡ് ആയിട്ട് വരുന്നതാണ്, ഭയങ്കര കംഫർട്ടബിൾ ആണ്. ഇതിൻ്റെ മെറ്റീരിയലും ഒരു കോട്ടൺ അല്ല, വേറൊരു മെറ്റീരിയലാണ്. ഇത് സിവാമി എന്നല്ലേ, അതെ ഇത് സിവാമി ആണെന്നാണ് എനിക്ക് തോന്നുന്നത്. യെസ്, സിവാമി അതന്നെ, അതാണ് അന്വേഷിച്ചുകൊണ്ട് നടന്ന സാധനം. മണിക്കുട്ടി ഞങ്ങൾ വരണ വരെ ഇവിടെ ഇരിക്കണം കേട്ടോ. ഒരാള് അടങ്ങടി. മണിയുടെ ഫ്രണ്ട് ഇവിടെ ഉണ്ടല്ലോ. മണിക്ക് റൂബി ഫ്രണ്ട് ഉണ്ട്. ഇവളെന്റെ വായിലോട്ട് കേറൂ. റൂബി ഇവിടെ ഒന്ന് മുഖം കാണിക്കടി. റൂബി അവൻ രാവിലെ കറക്റ്റ് 5 മണിക്ക് വരുമോ? ഓക്കെ, അപ്പൊ നമ്മൾ മണിക്കുട്ടീനെയൊക്കെ എത്തിച്ചിട്ട് ഇറങ്ങുക. റുബി പോയിട്ട് വരാം. ബൈ റുബി. ബൈ. ഹലോ ഗായ്സ്, നമ്മൾ നമ്മുടെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ പോവാണ്. ഇതാണ് എൻ്റെ ഔട്ട്ഫിറ്റ്. ഭയങ്കര അത്ഭുതകരമായിട്ടുണ്ടല്ലോ. ഉണ്ണിക്കുട്ടനാണെന്ന് ഞങ്ങൾ എല്ലാവരും വിളിച്ചേപ്പിക്കണത്. ഞാൻ വിചാരിച്ചാൽ വരുമ്പോഴേക്ക് ലേറ്റ് ആവുന്നതാണ്. ഇപ്പം എല്ലാവരും റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ ലിപ്സ്റ്റിക്ക് ഇടാണ് കേട്ടോ. ഇതൊരു കോമ്പിനേഷൻ ഓഫ് ലിപ്സ്റ്റിക്കുകളാണ്. ലിപ്സ്റ്റിക്ക് അതിൻ്റെ കൂടെ ഞാൻ വിചാരിച്ച് കുറച്ചൊരു ഗ്ലോസ് നമുക്ക് ടോപ്പ് ചെയ്യാമെന്ന്. അപ്പോൾ അതിന് ഞാൻ ഈ നിക്സിൻ്റെ ഇതെടുക്കട്ടെ. നല്ലതാട്ടോ. ഈ കളർ എനിക്ക് അത്ര ഇഷ്ടമല്ല, പക്ഷേ ഇതിൻ്റെ
എന്താ പെർഫോമൻസ് എനിക്കിഷ്ടമാണ്. അപ്പോൾ ഇതിനകത്തുള്ള ഈ വശം വെച്ചിട്ട് കണ്ടിങ്ങനെ ഇങ്ങനത്തെ ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള ഗ്ലോസി ലിപ്സ് ആണോ അങ്ങനത്തെ ലിപ്സ് വരും. അപ്പോൾ ഓരോരുത്തരായിട്ട് ഇതേ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. ഇതാണ് ഞങ്ങളുടെ ബാഗ്. എൻ്റെയും അമ്മൂസിൻ്റെയും കൂടിയിട്ടുള്ള ബാഗാണിത്. ഉണ്ണിക്കുട്ടൻ്റെ ബാഗ് ഇത്. ഇവന് ഇത്ര സാധനം ഉള്ളൂ എന്ന് ഓർക്കണേ. അതാ ഒരു ബാഗിലാണ് അവൻ ഈ 8 ദിവസം ട്രിപ്പിന് വന്നേക്കുന്നത്. പിന്നെ ഈ ബാഗ്, പിന്നെ എൻ്റെ കയ്യിൽ വേറെ ബാഗുകളുണ്ട് കേട്ടോ. അതൊരു ലാപ്ടോപ്പ് ബാഗ്, അതിനകത്ത് എൻ്റെ ലാപ്ടോപ്പ്, പിന്നെ ഇത് എൻ്റെ ഒരു സൈഡ് ബാഗ്, ഇതിനകത്ത് വേറെ എൻ്റെ, പിന്നെ ഇതെൻ്റെ മേക്കപ്പ് ബാഗ്, പിന്നെ ഇത് 2 ബോട്ടിൽ വെള്ളം, പിന്നെ പിന്നെ ഇത് ഞാൻ കൊണ്ടുപോകണമെന്ന് വിചാരിക്കുന്നുണ്ട്. അമ്മൂസിൻ്റെ ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ പറ. നൈജീരിയൻ ഔട്ട്ഫിറ്റ് ആണ് അമ്മൂസിൻ്റെ. ഇനി ഇതാണ് അന്നക്കുട്ടിയുടെ ബാഗ്, ബ്ലൂ കളർ ബാഗ്. മിക്കവാറും അന്നക്കുട്ടി ഔട്ട്ഫിറ്റ് ഓഫ് ദി ഡേ. ഔട്ട്ഫിറ്റ് ഒന്നുമില്ല, നമ്മൾ കാഷ്വൽ ആയിട്ട് ഇച്ചിരി ഫ്രീ ആയിട്ട് പോകാൻ ഡ്രൈവ് ഒക്കെ ചെയ്യണ്ടല്ലേ. ജോഗിങ് പാൻസ് ഇല്ലേ, ട്രാക്ക് സൂട്ട് പോലത്തെ, അതും ടീഷർട്ടും. ഔട്ട്ഫിറ്റ് എന്ന് പറഞ്ഞാൽ റേസിന് കിട്ടോ? ഓക്കെ ഗൈസ്, സോ ഇനി ഞാൻ ഇന്നലെ കേൾ ചെയ്തപ്പോഴേ എൻ്റെ ഈ വശം മാത്രം നല്ല കേള് വന്നു, ഈ വശം കേള് വന്നില്ല. എൻ്റെ ഈ വശം അത്ര ശരിയായില്ല, പക്ഷെ ഈ വശം നന്നായി വന്നു. അത് എനിക്ക് ഞാൻ ആ വീഡിയോ ഒന്നുകൂടി കണ്ടു ഞാൻ എന്ത് ചെയ്തപ്പോൾ ഇവിടെ ഇത്രയും വന്നിരുന്നു. ഓക്കെ, പിന്നെ ഞാൻ പഴം എടുത്തിട്ടുണ്ട്. ഇന്നലെ മേടിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു പഴം. പിന്നെ ഇവിടെ എന്തെങ്കിലും ബിസ്ക്കറ്റ് എടുപ്പുണ്ടെങ്കിൽ അതുകൂടി എടുക്കാമെന്ന് വിചാരിക്കും. അമ്മോ എന്നാ അയ്യോ, നിങ്ങൾ ഇവിടുന്ന് സ്ഥലം മാറ്റി ഇവിടേക്ക് ആക്കിയില്ലേ? ഇവൻ കാണാതിരിക്കാൻ ഞങ്ങൾ ഒളിപ്പിച്ചായിരുന്നു, കണ്ടുപിടിച്ച്. വീണ്ടും ട്രാപ്പഡ്. ഇവിടെ നമ്മൾ എവിടെയെങ്കിലും പോണേ മുമ്പായിട്ട് ഫ്ലാറ്റിൽ വെള്ളം ലോക്ക് ചെയ്യണം. അല്ലെങ്കിൽ ഇങ്ങനെ ലോങ് ട്രിപ്പൊക്കെ പോകുമ്പോൾ എന്താ ഇൻ കേസ് എന്തെങ്കിലും കംപ്ലൈന്റ് ആവുകയാണെങ്കിൽ, ലീക്കേജ് വരുവാണെങ്കിൽ പ്രോബ്ലം വരും. That's for stomach pain in case. അത് ചൂടാക്കണം. അയ്യോ, എൻ്റെ കണക്ടർ എന്ത് വരൂ ഗൈസ്. ഓ എന്തോന്നടാ ഇതൊക്കെ അവന് മാലയില്ലാന്ന് പറഞ്ഞ ഈ അമ്മൂന്റെ റിംഗ് ടോൺ കൊണ്ട് എന്തൊരു ശല്യമാണത്. നമ്മുടെ പാക്കിംഗ് അല്ല, നമ്മള് സാധനങ്ങളൊക്കെ ലോഡ് ചെയ്തോണ്ടിരിക്കുകയാണ്. അയ്യോ പൊട്ടുവോ. അങ്ങനെ നമ്മുടെ എക്സൈറ്റിംഗ് ആയിട്ടുള്ള പ്രാവശ്യത്തെ ട്രിപ്പ് സ്റ്റാർട്ട് ചെയ്യാൻ അറിയുക. എക്സൈറ്റഡ് ഗൈസ്? ആർക്കും ഒരു ഉന്മേഷമില്ലല്ലോ. രാവിലെ എല്ലാരും ഉറക്കപ്പിച്ചില് ബാത്റൂമിലൊന്നും പോവാതിരിക്കണ എന്റെ സങ്കടത്തിലാന്ന് തോന്നണേ. ഞാൻ അതേ തലോണയൊക്കെ എടുത്തിട്ടുണ്ട് കിടക്കാനായിട്ട്. ഞാൻ കുറച്ച് കഴിയുമ്പോൾ ബാക്കിലോട്ട് പോകാൻ കിടന്നറിഞ്ഞേ. അപ്പഴേ കുഞ്ഞിനെ ഫ്രണ്ടിലോട്ട് കൊണ്ടുവരും. പിന്നെന്താ, ലൈസൻസുമായിട്ട് അച്ഛൻ ഇവിടെ വന്നിട്ടുണ്ട്. അച്ഛൻ മിക്കവാറും പോയിട്ടുണ്ടാവും. ഞങ്ങൾ ഇറങ്ങിന്ന് പറഞ്ഞിട്ട് കുറെ നേരമായി. അച്ഛനെ പറ്റിച്ച് സാരില്ല, അച്ഛനും ഇടയ്ക്ക് പറ്റിക്കാറുള്ള, അതുകൊണ്ട് കുഴപ്പമില്ല. അപ്പൊ നമുക്ക് പോയി നോക്കാം. ഇനി എന്താ, ഞാൻ ഫുഡ് കഴിക്കാൻ നേരം അപ്ഡേറ്റ് ചെയ്യാം കേട്ടോ. ലൈറ്റ് ഇല്ല.
പട്ടിഷോ പട്ടിഷോ. വെറുതെ ഇരുന്ന് പോണത്. എവിടെ അച്ഛനുള്ള ഡാഡി കൂൾ അച്ഛന്റെ ഇവിടെ നിക്കണ ഗൈസ്. പാവാട അത്ര നേരം ഇവിടെ നോക്കിയിരുന്നു കണ്ട. എന്നോട് പറഞ്ഞാൽ ഞാൻ അങ്ങോട്ട് തല്ലായിരുന്നു. പാവോ കൊറേ നേരം നോക്കിയിരുന്നു. 5 മണിയായപ്പോ വിളിച്ച 5:15 വിളിച്ചതല്ലേ. അച്ഛാ ബൈ ഗൈസ്. ഗൂഗിൾ പേ ഇട്ടേക്കട്ടാ. ഗൂഗിൾ പേ ഈ ഡ്രസ്സിന്റെ കളർ നല്ല രസമുണ്ടല്ലേ, ഇങ്ങനെ വൈബ്രന്റ് ആയിട്ട് നമ്മുടെ സ്കിൻ ടോണിന് ഇങ്ങനെ. എന്റെ സ്കിൻ ടോണിന് കളറ് ഇച്ചിരി ഒലീവ് കളർ ആക്കുന്നുണ്ടോ എന്ന് ചോദിക്കാം. ഓക്കെ നല്ലോണം വിശക്കുന്നുണ്ട്. ഇഡ്ഡലി വല്ലതും കഴിക്കാം നമുക്ക്. എന്താ ഉച്ച കഴിക്കണേ? നിന്റെ കളർ കാണിച്ചാ മുടിയിടാ. പിന്നെ പിന്നെ എന്തിനാ നീ അടിച്ചത്? ഉണ്ണിക്കുട്ടന്റെ മസാല എന്താണ്? ബട്ടർ മസാല. ഞാൻ ഓർത്താ കറിയാ ഓർഡർ ചെയ്യുന്നത്. ബട്ടർ മസാല പൂരി. പിന്നെ ഇത് ക്രിസ്പി നെയ് റോസ്റ്റ്. ഇത് നോർമൽ നെയ് റോസ്റ്റ് ആണ്. മസാല നെയ് റോസ്റ്റാ. ജോസഫ് എന്താ ഇത്? പൊടി ദോശ. പൊടി ദോശ. പൊടി ദോശ എങ്ങനെയുണ്ട് മിസ്റ്റേ? ഇസ് ഇറ്റ് ഗുഡ്? യാ. സോ ലെറ്റ്സ് ഹാവ് ദിസ്. ഓ നല്ല ക്രിസ്പി ക്രിസ്പി ക്രിസ്പി. ഓ ഈ ക്യാമറയിൽ കൊള്ളാമല്ലോ ഇങ്ങനെ വരുമ്പോൾ. നമ്മള് ഫുഡൊക്കെ കഴിച്ചു. ലിപ്സ്റ്റിക് പോയാ ഫുഡൊക്കെ കഴിച്ചു. ഒരെണ്ണം നോക്കണ്ടല്ല. എന്നിട്ട് ഞാൻ 3 ഡയറി മിൽക്ക് മേടിച്ചു. ലഡ്ഡു മേടിക്കാന്നാ വിചാരിച്ചിരുന്നേ, പിന്നെ മേടിച്ചില്ല. ഓ അമ്മൂസിന്റെ ബാത്റൂമിൽ കയറാൻ കൊള്ളൂലേടി. ആ ഒന്നില്ലേലും ഇന്ത്യൻ ആണല്ലോ. ഇന്ത്യൻ ആകുമ്പോൾ ടച്ച് ആവില്ലല്ലോ. നമ്മള് ഫുഡ് കഴിക്കാൻ കയറിയപ്പോൾ ബാത്റൂമിൽ കയറാണ്ട് മൂഡ് വന്നില്ല. മൂഡ് വന്നിട്ട് ഇവിടെ പമ്പിൽ കയറിയേക്കുക. കുറേ നാൾക്ക് ശേഷം ഞങ്ങൾ ഒന്ന് വ്ളോഗ് ചെയ്യണേ. കുറേ നാൾക്ക് ശേഷമാണോ തോന്നണ ഒരു ട്രിപ്പ് തന്നെ പോണേ അല്ലേ? ട്രിപ്പ് അങ്ങനെ പോയി നമ്മള് കുറേ നാൾക്ക് മുമ്പാണ് പോയിട്ടുള്ളത്. പ്രത്യേകിച്ച് ഇങ്ങനെ കാറില്. എന്താ ചപ്പണ്ടി? നമ്മള് ബാത്റൂമിൽ പോയിട്ട് തിരിച്ചു പോണ്. ബാത്റൂമിൽ വെച്ച് നമ്മുടെ ഒരു സബ്സ്ക്രൈബർ പരിചയപ്പെടാൻ പറ്റിയ സമയം തന്നെ. ഞാൻ ബാത്റൂമിൽ നിന്ന് ഇങ്ങനെ ഇറങ്ങി വന്നത് നേരെ ചേച്ചല്ലേ എന്തായാലും കൊള്ളാം. അപ്പൊ എന്താ, അപ്പൊ നമ്മള് ബാത്റൂമിലൊക്കെ പോയി തിരിച്ചു പോയല്ലോ. നമ്മൾ നെക്സ്റ്റ് ഡെസ്റ്റിനേഷൻ ഇത്രയും പൊളിഞ്ഞു കിടക്കണേ. നമ്മളിത് പോയപ്പോ ഇത്രയും പൊളിഞ്ഞു കണ്ടിട്ടില്ലല്ലോ. പോയിട്ടില്ലേ?
നമ്മളിവിടെ റെസ്റ്റ് എടുക്കാനായിട്ട് ഇറങ്ങിയതാ. ഈ വഴിയുണ്ടല്ലോ വളഞ്ഞ് 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 ഛർദിക്കാൻ വന്നത്. ഏത് ബ്രിഡ്ജിന്റെ? ഇവിടെ ഞാൻ നോർമലി കോഴിക്കോട് പോകാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ മറ്റേ പട്ടാമ്പി റൂട്ടാണ് പോവാ. പട്ടാമ്പി നിലമ്പൂർ തൃശ്ശൂർ വന്നിട്ട് പട്ടാമ്പി നിലമ്പൂർ അളിയൻ്റെ ഇന്റർവ്യൂ എടുക്കും റോഡാ പോവാ. ഇപ്പൊ ഇത് ഇന്ന് അതിന്റെ നോർമൽ സംസാരം അങ്ങനെയാടാ. ഇന്റർവ്യൂ എടുക്കണോ? മുറ്റാണ് വളഞ്ഞു 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 വയ്യാണ്ടായി. ഇപ്പൊ ഞങ്ങൾ ഉള്ളു വഴി കൂടെ വന്നു. ഞങ്ങള് പണ്ട് കോഴിക്കോട് പോയപ്പോഴും ഈ വഴിയാ പോയത്. ഒടിഞ്ഞു പോയി. അത് മേടിക്കാറുണ്ട് കോഴിക്കോട് നമുക്ക് നോക്കാം. ഞാൻ അങ്ങനെ ട്രിപ്പ് വരുമ്പോ ഉറങ്ങണ ആളല്ല. മനസ്സിലായോ? ഇവിടെ പുറകെ സീറ്റ് ബെൽറ്റ് ഇടാൻ പോണേ. അവിടെ നിയമം വന്നായിരുന്നല്ലോ എന്നെ മാറിയതല്ലേ. രണ്ട് തുണിയാ. അത് അവളുടെടാ. എനിക്കത് നടുക്കിലത്തെ ആളുടെ നടുക്കത്തെ ഉള്ള ബാക്കിലേക്ക് ഓ നടുക്കിൽ 3 പേർക്ക് പുറകെ ഇരിക്കാമോ? പിന്നെ 5 പേരല്ലേ ഒരു വണ്ടിയിൽ. What are you talking about, Dunimaya? ഓ അങ്ങനെ നീങ്ങിയത് എന്താണ് എല്ലാം എന്റെ മേത്തേക്ക് വെക്കണത്? കുടിക്കാവൂല പട്ടാറ. തിരിഞ്ഞു പോവോ? നമ്മള് കരിക്ക് കുടിക്കാനായിട്ട് നിർത്തിയേക്കാം. നമ്മൾ സ്ലോലി റിലാക്സ് ചെയ്തോട്ടാ പോണത്. ഞാൻ സൺസ്ക്രീൻ ഇട്ടു. ഇവിടെ ആരെങ്കിലും വരുമോ? ഇതിവിടെ കരിക്ക് വിൽക്കുന്നുണ്ട്, ഇളനീർ ജ്യൂസ് ഉണ്ട്, കരിമ്പിൻ ജ്യൂസ് ഉണ്ട്, പിന്നെന്താ നടക്കുന്നു പഴംപൊരിയൊക്കെ ഉണ്ട്. ഇവിടെയൊക്കെ വേനെടുക്കണം. എൻ്റെ കാലൊക്കെ വേനെടുക്കണം. ലിപ്സ്റ്റിക്ക് പോയി. കരിക്ക് റെക്കോർഡ് ചെയ്യാൻ നമുക്ക് ഒരെണ്ണം കൂടി മേടിക്കട്ടെ. എന്നെ കുട്ടിക്ക് എന്താ വേണ്ടത് ചോദിച്ചിട്ട് എല്ലാവരും മിക്സ് ചെയ്ത് കുടിക്കും. സാധനം ഇതേപോലെ ഇങ്ങനെ പതിപ്പിക്കാണ്ട് ഒഴിക്കണം. അത് ചരിച്ചു പിടിച്ചാൽ മതി. ചരിച്ചു മതി. അതില് പതയൊന്നും വരികയില്ല. ഇനി ഒഴിച്ചോ. തുറക്കുമ്പോ തന്നെ അത് ചരിച്ച് അങ്ങനെ ഒഴിച്ചാൽ മറ്റേ ഇതൊന്നും പതയത്തില്ല. ഗ്യാസുള്ള അത് ഈ പെപ്സി ഒഴിക്കണം. അതേപോലെ തന്നെ പെപ്സി ബിയർ തന്നെ. ഓ വെല്ലുമ്മച്ചുണ്ടാ അങ്ങനെ നമ്മള് താമരശ്ശേരി ഇതല്ലേ അവന്റെ താമരശ്ശേരി ഇതല്ല. താമരശ്ശേരിയിൽ നിന്ന് നമ്മൾ പുതിയ ട്രൈപോഡ് മേടിച്ചിരിക്കുകയാണ്. 800 രൂപയുള്ളൂ കേട്ടോ. പക്ഷേ ഇച്ചിരി ഹാൻഡി അല്ല, കുറച്ച് വെയിറ്റ് ഉണ്ട്. പക്ഷെ 800 രൂപയ്ക്ക് എനിക്ക് ഭയങ്കര ലാഭമായിട്ട് തോന്നിയത്. ഭയങ്കര സ്റ്റഡി ആയിട്ട് രസമുള്ളതായിട്ടാണ് തോന്നിയത്. ഓക്കെ അപ്പൊ ഞാൻ മേടിച്ച കടയുടെ പേര് ഞാൻ പറഞ്ഞില്ലല്ലോ. കട കാണിച്ചില്ലല്ലേ, സോറി. ടോപ്പ് ടൈം ഡിജിറ്റൽ ഹബ് താമരശ്ശേരി ചുങ്കം. പ്രമോഷൻ ഒന്നും അല്ല കേട്ടോ. കടന്ന് മേടിക്കുമ്പോൾ കൊള്ളാന്ന്. ആ ചേട്ടൻ എങ്ങനെ ഭയങ്കര പാവായിട്ട് ഞങ്ങൾ ഈ നാട്ടുകാരൊക്കെ അവര് ഭയങ്കര സൗമ്യന്മാരാ. ഓക്കെ അപ്പോ നമുക്ക് നമ്മുടെ യാത്ര സ്റ്റാർട്ട് ചെയ്യാം. അപ്പൊ ട്രൈപോഡ് തിരിച്ചു കിട്ടിയപ്പോ തന്നെ എന്താ ആശ്വാസം. പെട്ടെന്ന് ഓടിയില്ലാന്ന് ഞാൻ വിചാരിക്കണു. ലെറ്റ്സ് സീ. ഇതുണ്ടല്ലോ സ്റ്റഡി. പുകഴ്ത്തി ആദ്യമായിട്ടുള്ള ഇച്ചിരി സാധനം മേടിച്ചിട്ട് ഇങ്ങനെ പുകഴ്ത്ത. മറ്റേതെല്ലാം 800 രൂപയ്ക്ക് ഭയങ്കര ലാഭമായിട്ട് എനിക്ക് തോന്നി. ഇതിന്റെ ക്വാളിറ്റി നമ്മള് ഫുഡ് കഴിക്കാനായിട്ട് വയനാടുള്ള താജ് റെസ്റ്റോറന്റിലാണ് കേട്ടോ. അത് നല്ലതാണെന്നൊന്നും അറിഞ്ഞൂടാ. നമ്മൾ ആക്ച്വലി വേറൊരു റെസ്റ്റോറന്റ് അന്വേഷിച്ച് ഇവിടം വരെ വന്നല്ല. വിൽട്ടൺ ഫിലിമില് കാണിക്കില്ല. ഞങ്ങൾ അതിനൊക്കെ ഇവിടെ കഴിച്ചിട്ടുണ്ട്. ഇറങ്ങല്ല. പക്ഷെ അവിടെ മുടിഞ്ഞ തിരക്കെന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ട്. കയറാൻ പറ്റാത്ത പോലെ ക്യൂ നിൽക്കണ ആളുകള്. മറ്റേ നമ്മള് റഹ്മത്താണോടാ എന്റെ പേര്? മറ്റേ അവിടെയൊക്കെ ആൾക്കാർ ക്യൂ നിൽക്കണ പോലെ.
പിന്നെ സിലിമിൽ കൂടെ വന്നുകൊണ്ട് കുറച്ചുകൂടെ അതിന് മുന്നേ തന്നെ തിരക്കുണ്ട്, നല്ല ഫുഡാണ്. ഞങ്ങൾ അതിന് പോകുന്ന കഴിക്കുന്നു. അതുകൊണ്ട് അത് കഴിഞ്ഞിട്ടുള്ള ഈ റെസ്റ്റോറൻറ്റിൽ വന്നേ. ഈ റെസ്റ്റോറൻറ്റ് തിരക്കുണ്ടെങ്കിൽ അടുത്ത റെസ്റ്റോറൻറ്റ് തിരക്കുണ്ട്. ഇന്ന് എല്ലാവരും നമ്മളിവിടെ ഫുഡ് കഴിക്കാൻ വേണ്ടി ഇവിടെ വന്നിരിക്കാൻ നല്ല തിരക്കുണ്ട് കേട്ടോ. അമ്മൂസ് ഇവിടെ ബാത്റൂമിൽ കയറാനായിട്ട് പോയി. എന്തൊക്കെയുള്ള സ്പെഷ്യൽ ഐറ്റം ഒരു ഗോളി സോഡ, പൊട്ടിച്ചാടി ഗോളി സോഡ കാണിച്ചോട്ടെ. അമ്മൂസേ നടക്കോ? പൊട്ടിച്ചെടുക്കണ്ട. ചേച്ചോക്ക് നമ്മുടെ വാരിയെല്ലാം വന്നിരിക്കുകയാണ് കേട്ടോ. ഇതിന്റെ ചാറ് മാത്രമാണ് ഞാൻ കഴിക്കുള്ളൂ. ഇത് മൊത്തം ഞാൻ കഴിക്കണം. വലിയ എല്ലൊക്കെ ഉണ്ട്. ഓ മൈ ഗോഡ്, കഴിക്കാൻ തോന്നണ. അവള് ചിക്കൻ കഴിക്കൂലേ, മൃഗസ്നേഹിയാണ് കേട്ടോ. പക്ഷെ എല്ലി കണ്ടപ്പോ വാരിയെല്ലി കണ്ടപ്പോ കഴിക്കണോന്ന്. ബീഫ് ഓക്കെ, പിന്നെ കഴിക്കട്ടെ. ഒരാള് കഴിക്കണുണ്ടോ വാരിയെല്ലും മുഴുവൻ ഒറ്റയടിക്കരുത് കഴിച്ചേ കണ്ടോ. പിന്നെ ചുമ്മാ അമ്മൂസ ഒരു വാരിയല് സീറോ വാരിയല്. എന്റെ പാത്രത്തിൽ നിന്ന് ഓരോന്നാലും എടുത്തോണ്ടോ. പിന്നെ ഞാൻ പാവം ചാറ്. ചെറുതായിട്ട് ഇറങ്ങി. ഞങ്ങളിപ്പോൾ ഏതോ നല്ല അടിപൊളിയായിട്ടുള്ളൊരു റോട്ടിലാ. ഏത് റോട്ടിലാ? മുത്തങ്ങ റീജിയനാന്ന് തോന്നുന്നത്. കണ്ടിട്ട് വീഡിയോ എടുക്കാൻ തോന്നണ പോലത്തെ സ്ഥലം. ക്യാമറയിൽ അത്ര രസമായി കാണുന്നുണ്ടോയെന്ന് അറിഞ്ഞൂടാ. കണ്ടോ, നല്ല രസമുണ്ട്. പക്ഷെ നേരിട്ട് കുറച്ചുകൂടി ഭംഗിയുണ്ട് ക്യാമറയിൽ കാണുന്നേക്കാളും. ഹമ്മൂസൊക്കെ നല്ല ഉറക്കമായിരുന്നു. ഇങ്ങനെ ഇത്തലൊക്കെ ഇങ്ങനെ വീർപ്പിച്ച് ഇങ്ങനെ കീറിട്ട് ഇങ്ങനെ കിടന്ന് ഉറങ്ങായിരുന്നു. ആന എന്റെ നെഞ്ച് കത്തി പോയി. ആ താനും ഓടി വരുവാന്ന്. ഞങ്ങളിവിടെ നിൽക്കുമ്പോഴേ ഒരു ചേട്ടൻ വന്നിട്ട് പറയാ ആന വരുന്നുണ്ടെന്ന്. ഞാൻ ഓടുവാ. ഞാനോർത്ത് ആന വന്നിട്ട് വേഗം വണ്ടി എടുത്ത് പോവാന്ന് ഓർത്ത്. അപ്പൊ ആന വന്നു കഴിഞ്ഞാൽ നമ്മള് എല്ലായിടത്തോട്ട് ഓടണോ? ആറി കയറരുതോ? അങ്ങനെയല്ല, അത് നമ്മുടെ സിറ്റുവേഷൻ അനുസരിച്ച്. ഇപ്പൊ ആ വീട്ടിലോട്ട് വല്ല ഓടിക്കാറുണ്ട്. അയ്യോ, അപ്പൊ നമ്മ ചെല്ലുമ്പോ പോവില്ലേ? നിന്റെ ഒരു ആന കുത്തുകൊള്ളാനാണ്. നീ റീല് കണ്ടായിരുന്നു ആനയൊക്കെ ഓടിച്ചിട്ട് അഡ്വഞ്ചർ ആനയായിട്ടുള്ളതല്ല മുസേ. ദൂരെ ശരിയാ, ആന എവിടെ ഉണ്ടെന്നുള്ളത് അവരെ ചോദിച്ചറിയാം. അടിപൊളിയില് കാണാനായിട്ട്. ഇതുവരെ വളർത്തുന്നതായിരിക്കും അല്ലേ? അല്ല കാട്ടുതാറാവ്. എന്താ കാട്ടിൽ താറാവ് ഉണ്ടായിക്കൂടെ? കട്ടൻ ടീ. ചായ. ഒരു കട്ടൻ ചായ നിനക്കൊന്നും വേണ്ട? ചായ. നമ്മൾ പഴംപൊരി കഴിക്കാൻ പോവാണ്. പഴംപൊരിയാണോ? ഉന്നക്കായ, പഴംപൊരി, കട്ടൻ. 2 കട്ടൻ ചായ, ഒരു പാൽ ചായ മീഡിയം.
അവിടെ ചിലപ്പോ ആന ഇരിക്കും. ആന 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 എവിടെ 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 പയ്യനാ ആന ഗൈസ് ദേ രണ്ടാനല്ലേ മൂന്നാന നാലാന വെള്ളം കുടിക്കുവാ. അങ്ങനെ നമ്മള് കന്നഡയിലല്ല കർണാടകയിൽ കിടന്നു. കുട്ട ഞാനോർത്ത് എന്നെ വിളിക്കണേന്ന്. കുട്ട കുട്ട എവിടെ എന്തോ അത് വിളിച്ചത് ഈ സ്ഥലത്തിന്റെ പേരാണ് കുട്ടാന്ന്. നീ വിചാരിച്ചില്ല എന്നെ വിളിച്ചതെന്ന്. ഞാൻ വീഡിയോ എടുക്കുമ്പോ എന്തിനീ വിളിച്ചോണ്ടിരിക്കണേന്ന്. ഈ സ്ഥലത്തിന്റെ പേരാണ് കുട്ട. കുട്ട ഉണ്ണിക്കുട്ട. ഓ സൺലൈറ്റ് ഒക്കെ അടിച്ചങ്ങ് സൺ ഗ്ലോയിങ് ആണല്ലോ. അങ്ങനെ നമ്മള് കർണാടക സ്റ്റേറ്റിൽ എൻ്റർ ആയിരിക്കുകയാണ്. പൊന്നാംപേട്ട് എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്താണ് കേട്ടോ. ഇവിടെ എന്താ പെപ്സി കുടിക്കാനായിട്ട് നിർത്തിയിരിക്കുകയാണ്. ഉണ്ണിക്കുട്ടനും അമ്മൂസിനും പെപ്സി വേണം. അതുകൊണ്ട് ഒരു പെപ്സി മേടിക്കാൻ നിർത്തിയേക്കാം. ഡേറ്റ് നോക്ക്. ഇവിടെ നിന്ന് ആരും മേടിക്കാൻ വഴിയില്ല. നമുക്ക് നമ്മളങ്ങനെ പെപ്സിയൊക്കെ മേടിച്ച് ഇവിടെ വലിയ കാര്യമായിട്ട് കന്നഡ എന്നൊക്കെ പറഞ്ഞ വർത്താനം പറഞ്ഞു. ഇവിടെ എല്ലാവരും മലയാളികളും. ഇവിടെ എല്ലാ കടയിലും എല്ലാവർക്കും മലയാളം അറിയാം. ബോർഡർ ആയതുകൊണ്ടായിരിക്കും. നമ്മളിത് ആനേനെ നോക്കിക്കൊണ്ട് നടക്കുക കേട്ടോ. ഇവിടെ ഞങ്ങൾ നേരത്തെ നടക്കുവല്ല വണ്ടിയിലിരിക്കുക. അതുകൊണ്ട് ഞങ്ങൾ സൂക്ഷ്മമായി നോക്കിക്കൊണ്ടിരിക്കുക. ആ 2-3 ആനകളെ കണ്ട്. ഒരു കൊമ്പുള്ള ആനയും ഒരു കൊമ്പില്ല. 2 കൊമ്പുള്ള ആനയും ഒരു കൊമ്പില്ലാത്ത ആനയും. ഇനി കടുവേനെ കാണാം. കടുവേനെ കാണാം. എന്നിട്ട് നിന്നെ കടുവ പിടിക്കട്ടെ. അല്ല അപ്പൊ ഈ പോലീസുകാരെ കടുവ പിടിക്കും. ഇതൊക്കെ ഉണ്ടല്ലോ ഫോറസ്റ്റില് അവിടെ തോക്കുണ്ടാവായിരിക്കും അല്ലേ? വെടിവെക്കാനൊന്നും പറ്റില്ല. ചിലപ്പോ തീ അടിച്ച് അവർക്കറിയാലോ അതിന്റെ നാക്കറിയാം. ഇത് എല്ലാം അങ്ങനെ ഉപദ്രവിക്കത്തില്ല. വല്ലപ്പോഴും ഈ ക്ലാസ്സിൽ ഇവിടെ ഇറങ്ങി നാട്ടിലൊക്കെ ഇറങ്ങി പ്രശ്നം ഉണ്ടാക്കുന്നത്. ഈ കടുവ ആനേനെ പിടിച്ചു തിന്നു. സിംഹമൊക്കെ ആനയെ പിടിക്കും. ആനയുടെ മസ്തകത്തെ അടിക്കും. കേട്ടിട്ടില്ല? തലക്കടിക്കും. ചാടി വന്ന് ഇവിടെ അടി അടിക്കും. അതിനറിയാവോ അങ്ങനെ അടിക്കണമെന്ന്? അതോടെ ആന വീഴും. പക്ഷേ കടുവ ഒറ്റക്ക് നടക്കുള്ളൂ, കൂട്ടത്തോടെ നടക്കൂല. പുലി കൂട്ടത്തോടെ നടക്കും. സിംഹം കൂട്ടത്തോടെ നടക്കും അല്ലേ? സിംഹം വീട്ടിൽ ഫസ്റ്റ് എടുക്കത്തുള്ളൂ. ഭാര്യയല്ലേ പോയി ഇതെടുത്തോണ്ട് വരും. ഓ ദേ 2 ആന. കുണ്ടി കാണിച്ച് കുണ്ടി കാണിച്ചിക്കണേ. ഒന്നാണോ 2 ആനയില്ലേ? തൊട്ടപ്പുറത്ത് തന്നെ ആനയുടെ മേളവിടാ. നമ്മള് അങ്ങനെ എവിടെ എത്തി? മടിഗിരി അല്ല എന്താണ് മടികേരി. ആ സ്ഥലത്തിന്റെ അടുത്തെത്തി. അവിടെ എത്തിയിട്ടില്ല. അവിടേക്ക് ഇനി 20 കിലോമീറ്റർ ഉണ്ട്. പക്ഷെ നമ്മള് സ്റ്റേ എടുത്തിട്ടുള്ളത് സോമർപേട്ടെന്നോ അങ്ങനെ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥലത്താണ് നമ്മള് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. അപ്പൊ എന്താ പിന്നെന്താ തണുപ്പുണ്ടാ? ഇവിടെ 18 ഡിഗ്രിയാ കാണിക്കണേ. തണുപ്പുണ്ടോന്ന് വെളിയിൽ ഇറങ്ങി AC ഉണ്ട്. ഇല്ല AC ഇല്ല. ഫാനുണ്ട്. സോ നമുക്ക് ഫുഡ് കഴിക്കാൻ പോകാം. എല്ലാവർക്കും വയ്യാണ്ടായി. നമ്മളിന് വെളിയിലിരുന്ന് പകല് മൊത്തം വയ്യാണ്ടിരിക്കണേന്ന്. നൈറ്റ് ഓവറാണെന്ന് അറിയാമോ? നമ്മളിത് ടുട്ടു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു റെസ്റ്റോറൻറ്റിൽ വന്നിരിക്കുകയാണ് കേട്ടോ. ഇവിടെ ഉണ്ടല്ലോ, ഞാൻ വിചാരിച്ചിട്ട് സെൻസറോ വർക്ക് ചെയ്യണമെന്നൊന്നും ഇല്ലല്ലോ. അപ്പോഴാണ് ഇതിൻ്റെ അടിയിൽ ഇങ്ങനെ ചവിട്ടണം. ചവിട്ടുമ്പോൾ വെള്ളം വരും. കൊള്ളാം അല്ലേ? ഇങ്ങനെ ചവിട്ടുമ്പോ വെള്ളം വരണ ആദ്യമായിട്ടാ കണ്ടേ. കയ്യും തൊടണ്ടല്ലോ. നമ്മള് എന്താ
നമ്മളെന്താ ഹോട്ടലിൽ വന്നിട്ടോ. ഹോട്ടല് എനിക്ക് കണ്ടിട്ട് എന്താ തോന്നണെന്നാ നമ്മളിങ്ങനെ കല്യാണത്തിനൊക്കെ വരുമ്പോഴുള്ള ഹാള് പോലും കല്യാണ ഹാളിൻ്റെ ഒക്കെ പോലത്തെ സെറ്റപ്പ്. പിന്നീടല്ലോ ഇവരുടെ കന്നഡ എങ്ങനെയാണ് തമിഴും ഹിന്ദിയും കൂടെ മിക്സ്. ഞാൻ ഇതുവരെ ശ്രദ്ധിച്ചിട്ട് ഉണ്ടായിരുന്നില്ല അങ്ങനത്തെ ഒരു ഭാഷ എങ്ങനെയാണെന്നോ. തമിഴ് നമ്മൾ നോക്കും, മലയാളം, ഹിന്ദി, അതിൻ്റെ ഇടയിലുള്ള ഒന്നും അറിയാൻ വയ്യ. അപ്പോഴാണ് അത് മനസ്സിലായത്. പിന്നെന്താ ഞങ്ങൾ ഓർഡർ ചെയ്തത് ഞാൻ ബട്ടർ ചിക്കൻ, പിന്നെ ഞങ്ങൾ രണ്ടുപേരും ഇനി കഴിക്കാം, പോയി കിടന്നുറങ്ങാം. ഒരാളിവിടെ 2 ഇന്നലെ 2-3 മണിക്കൂർ ഉറങ്ങുള്ളൂ. നമ്മൾ 400 കിലോമീറ്റേഴ്സാണ് ഇവർ ഡ്രൈവ് ചെയ്തത്. ഞങ്ങൾ പുറകിൽ ഇരുന്നിരുന്ന് യാത്ര ചെയ്തു. ഓക്കെ ബൈ. ഫുഡ് വരുമ്പോൾ കാണിച്ചു തരാം. ഞാൻ ഓർഡർ ചെയ്ത സൂപ്പ്. അയ്യോ മല്ലിയില ഇടരുതെന്ന് പറയാൻ മറന്നുപോയി. അയ്യോ ഞാൻ ഓർത്തായിരുന്നു പറയണമെന്ന്. എനിക്ക് മല്ലിയില തീരെ ഇഷ്ടമില്ല. മല്ലിയില അല്ലേ നിറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കണം. എൻ്റെ ദൈവമേ, ഇതാണ് 3 കഴിച്ച് തീർത്തില്ലെങ്കിൽ. ഞാൻ ഒരെണ്ണമുള്ളൂ. ഒരെണ്ണമെന്ന് പറഞ്ഞാൽ 2 പീസുള്ളൂ. ചേട്ടനാണ് ഡാ വേണമെങ്കിൽ നിങ്ങൾ ഒരെണ്ണം മീൻ എടുക്കാം. അത് 2-3 പീസാക്കുന്നതാണ്. എങ്ങനെ ഉണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് പറയാം. ഇത് ഒറ്റടി കുടിച്ചില്ലേ? ഞാൻ പയ്യനെ കുടിച്ചോണ്ടായിരിക്കും. ചൂടാ. എന്നാൽ തണുത്ത വെള്ളം എന്തെങ്കിലും വേണം. എന്താണ് മുഖത്തെ എക്സ്പ്രഷൻ കണ്ടിട്ട് അത്ര രസകരമായ എക്സ്പ്രഷൻ അല്ല. നമ്മുടെ ലഗേജ് സാധനങ്ങളൊക്കെ ആയിട്ട് നമ്മൾ റൂമിലോട്ട് പോവുകയാണ്. ഇവിടെ ലിഫ്റ്റില്ല. ഇവിടെ നമ്മുടെ പാർക്കിങ്ങിൽ നിന്ന് ഭയങ്കര കഷ്ടമായി. ഇപ്പം ഇത് ഉരുട്ടി ഓ ഇതൊരു ടാസ്ക് ആണല്ലോ. എടാ അതിൻ്റെ ടയർ ഒട്ട് പൊട്ടിക്കല്ലേട്ടാ. ടയർ പൊട്ടിച്ച് ഞാൻ കൊണ്ടുപോകാൻ പറ്റില്ലേ? എൻ്റെ ഈ സ്റ്റെപ്പ് എങ്ങനെ കയറ്റും നമ്മള്? അപ്പം നമ്മളിതേ റൂമിലെത്തി. ഇങ്ങോട്ടേക്ക് കയറി അവിടെ ഒരുത്തൻ ചെരുപ്പ് കഴുകണതാട്ടോ. ഇങ്ങോട്ടേക്ക് കയറി വരാനായിട്ട് ഇത്തിരി പാടാട്ടോ. ലിഫ്റ്റ് ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾക്ക് ലഗേജ് ഉണ്ടെങ്കിൽ നമ്മൾ പൊക്കിക്കൊണ്ട് വരേണ്ടി വരും. പക്ഷേ റൂമ് വലിയ കുഴപ്പമില്ല കേട്ടോ, നല്ല റൂമാണ്. ഇതാണ് നമ്മുടെ ഡോറ്. കളറായി ഇതേ തുറക്ക്. ഇത് നമ്മുടെ കണ്ണാടി. ഇത് ഞാൻ പുതിയ മേടിച്ച എൻ്റെ ട്രൈപോഡ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു. പിന്നെ ഇതാണ് നമ്മുടെ റൂം. നമ്മൾ എക്സ്ട്രാ 2 ബ്ലാങ്കറ്റ് മേടിച്ചിട്ടുണ്ടായിരുന്നു. ഇവിടെ 2 കസേര, ഇവിടെ TV. നമ്മൾ ഒരു റൂമിലാണ് എല്ലാവരും കിടക്കുന്നത്. അതുകൊണ്ട് നമുക്ക് 2 ബെഡ്, ഒരു എക്സ്ട്രാ ബെഡ്, പിന്നെ ഒരു സ്ലിം ബെഡ്. 2 ബെഡ് നമ്മൾ അങ്ങനെ എടുത്തേ 4 പേർക്ക് വെച്ചിട്ട്. പിന്നെന്താ പിന്നെ ദേ ഇവിടെ അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. നമ്മൾ 2 പേരും കൂടെ ഉള്ളത് മനസ്സിലാ. പിന്നെ ഇവിടെ ദേ ഒരു ഇത് നമ്മുടെ അലമാര. ഇവിടെ ഞാൻ മേക്കപ്പ് റിമൂവ് ചെയ്യണം. പിന്നെ എനിക്ക് ഇന്ന് നമ്മൾ ഷൂട്ട് ചെയ്ത എല്ലാ ഫുട്ടേജസും മാറ്റണം. അങ്ങനെ കുറച്ച് പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് വേണം കിടന്നുറക്കാൻ. ഓക്കെ, അപ്പോൾ നമ്മുടെ ഇന്നത്തെ വീഡിയോ ഇതാണ്. നിങ്ങൾക്ക് ഇഷ്ടമായി ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി നെക്സ്റ്റ് പാർട്ടിന് വേണ്ടി വെയിറ്റ് ചെയ്യാം കേട്ടോ. ബൈ.